വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയിൽ. ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാൻ ഇവിടെ വന്നാ. ഹലോ, എന്തേ എന്തേ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. ഓ, ആ പരിപാടി. ഉഫ്, അങ്ങനെയൊന്നുമല്ല. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് വിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ, ശരി. നാം എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇത് നമ്മുടെ പാലക്കാട് MLA ആയിട്ടുള്ള പിഷാരടിയല്ലേ? എന്നാലും വോയിസിൽ കേൾക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്താ ആ ഒരു ചിരി, കൊച്ചു കള്ളൻ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. നല്ല ചിരി. ഞാൻ ആ ചിരിയുടെ ഫാനായിപ്പോയെന്ന് തന്നെ അങ്ങ് പറയാം. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കാണണം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ വലിയ ട്രെൻഡായിട്ട് നിൽക്കുന്നത് പിഷാരടിയാണ്, രമേശ് പിഷാരടി. അതായത് ഈ വോയിസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രമേശ് പിഷാരടിയുടെ വോയിസ് തന്നെയാണ് മുഴുവൻ. എന്തൊക്കെയാണ് ഈ നടക്കുന്നത് കൊച്ചു കേരളത്തിൽ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്നുള്ള അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയല്ലോ. എന്താ പറയുക, പാലക്കാട് ശരിക്കും പറഞ്ഞാൽ UDF സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ജയിപ്പിച്ചു വിട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എന്താ അവസ്ഥ. ഇപ്പോൾ രമേശ് പിഷാരടിയുടെ വന്നിട്ട് രമേശ് പിഷാരടിയുടെ കാര്യത്തിലും ഇപ്പോൾ ഒരു തീരുമാനമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ നല്ല രീതിക്കുള്ള ഒരു ട്രോളാണ് രമേശ് പിഷാരടി എല്ലാവരും കൂടെ എടുത്തിട്ട് ട്രോൾ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ മാറ്റുന്നതെന്ന് പറയാം. എന്ത് പറയാനെന്ന് പറയാം. ഈ പാലക്കാട് ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടന്ന ആ ഒരു സമയത്ത് പല രീതിയിൽ പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ എങ്ങനെയും തോൽപ്പിക്കണം, ശോഭാ സുരേന്ദ്രനെ എങ്ങനെയും അവിടെ പരാജയപ്പെടുത്തിയേ പറ്റത്തുള്ളൂ എന്ന് തുനിഞ്ഞിറങ്ങിയവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ രമേശ് പിഷാരടിയെ വിജയിപ്പിച്ചു. രമേശ് പിഷാരടി പോലും ചിലപ്പോൾ വിചാരിച്ച് കാണത്തില്ല ഞാനിവിടെ നിന്നാ ജയിക്കുമോ എന്നുള്ളത്. കാരണം പുള്ളിക്കാരുടെ ഒരു ലോട്ടറി അടിച്ച പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബമ്പർ ലോട്ടറി അടിച്ചത് ശരിക്കും പറഞ്ഞാൽ രമേശ് പിഷാരടിക്കായിരുന്നു. കാരണം പുള്ളി പോലും വിചാരിക്കാത്ത ഒരു വിജയം. അതായത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ചന്തയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്ന ആ ഒരു ഇതുപോലെയാണ്. ഈ പറയുന്ന രീതിയിൽ രമേശ് പിഷാരടി ചുമ്മാ അങ്ങ് പോയപ്പോഴത്തേക്കും പിടിച്ചങ്ങ് സ്ഥാനാർത്ഥിയാക്കി, ആ സ്ഥാനാർത്ഥിയെ അങ്ങ് വിജയിപ്പിക്കുകയും ചെയ്ത് ഇപ്പോൾ MLA ആവുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി. എന്നാൽ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അവിടെ തോൽക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ വന്ന കുറേയധികം ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ്സുകാർ വലിയ തോതിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രമേശ് പിഷാരടി ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തം കത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ പലരും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും രമേശ് പിഷാരടിയെ വെളുപ്പിക്കാനായിട്ട് കുറേയധികം പാടുപെടുത്ത തരത്തിലോട്ട് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ. എന്തായാലും പാലക്കാടുകാർക്ക് എന്താണെന്ന് അറിയത്തില്ല, തെറ്റുപറ്റിപ്പോയോ എന്നൊരു സംശയമില്ലാതില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും പണി പാളി, ഇപ്പോൾ ഇതാ രമേശ് പിഷാരടിയുടെ കാര്യത്തിലും പണി പാളി. ഇതെന്താണെന്ന് അറിയത്തില്ല. പാലക്കാട് വരുന്ന സ്ഥാനാർത്ഥികൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന കാര്യം അച്ചട്ടാണ്. അതിപ്പോൾ രമേശ് പിഷാരടിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു. എന്നാലും ആ ഒരു ചിരി ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജാതി ചിരിയാ. അതും ഒരു ചോദ്യം കൂടി അങ്ങോട്ട് വല്ലാത്ത തരം. നടക്കട്ടെ. എന്നാലും ഇതൊക്കെ ആരുടെ ഈ വോയിസ് ഒക്കെ പുറത്തു വിടുന്നത് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇതിപ്പോൾ ന്യൂസിൽ ട്രോള്, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഫുള്ള് അങ്ങ് രമേശ് പിഷാരടി മയമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്ത് പറയാനെന്ന് പറയാം. ഞാനൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ രമേശ് പിഷാരടിയിൽ നിന്നും ഇങ്ങനെ ഒരു വോയിസ് പുറത്തു വരുമെന്നുള്ളത്. എന്നാലും വല്ലാത്ത തലവായിപ്പോയി ഈ വോയിസ് കേട്ടപ്പോഴത്തേക്കും. ഞാൻ ഇത്രയും പ്രതീക്ഷയുള്ള ആ വോയിസിൽ ആ ഒരു ചിരിയുടെയൊക്കെ ആ ഒരു എഫക്റ്റ് ഇത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. എന്തായാലും കൊള്ളാം. ഒരറ്റത്തിരുന്ന് എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ ഇരുന്ന് ചിരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇതൊക്കെ കേട്ടിട്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ചിട്ട് അവിടെ വിജയിപ്പിച്ചിരിക്കുന്ന നമ്മുടെ രമേശ് പിഷാരടി പാലക്കാടുകാർക്ക് നല്ലൊരു സമ്മാനം തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തം.